കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജാൻമണി ഉണ്ടെങ്കിൽ ഏറി തന്നെയായിരുന്നു. അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കണക്ക് പ്രധാനമന്ത്രിക്കെതിരെയും അതോടെ തന്നെ പ്രധാനമന്ത്രിയുടെ അമ്മയ്ക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരെ ഭയങ്കര നാണം കെടുത്തുന്നുള്ള രീതിയിലെല്ലാം ഭയങ്കര മോശമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ ഭയങ്കര വൈറലായിട്ട് ആ വീഡിയോ ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ജാൻമണിക്കെതിരെ ഉണ്ടെങ്കിൽ പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മോശമുള്ള രീതിയിലുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു ആ സമയത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. BJPയുടെ അംഗങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഈ കേസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ രഞ്ജിനി ഹരിദാസ് ഉണ്ടെങ്കിൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനുണ്ടെങ്കിൽ അവളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. ആ സമയത്തുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജാൻമണി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടെങ്കിൽ ഇത് കറക്റ്റാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനുണ്ടെങ്കിൽ ഏതോ ഒരു ന്യൂസ് കണ്ടിട്ടൊക്കെയാണ് ഇത് സത്യമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്, അതല്ലാതെ ഇങ്ങനത്തുള്ള രീതിയിൽ മാറുമെന്ന് താൻ ഒരിക്കലും വിചാരിച്ചില്ല. ആ സമയത്തുണ്ടെങ്കിൽ ഒരു അബദ്ധം പറ്റി പോയതാന്നുള്ള രീതിയിലായിരുന്നു ജാൻമണി ഉണ്ടെങ്കിൽ രഞ്ജിനി ഹരിദാസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് രഞ്ജിനി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ശരി, താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യുന്നതെന്ന് എന്തായിരുന്നു ജാൻമണിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ സമ്മതമൊക്കെ ഞാൻ വാങ്ങിച്ചതിന് ശേഷമാണ് ഇതേപോലത്തുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എന്തായിരുന്നാലും അവൾ ചെയ്തൊരു തെറ്റായി പോയെന്നുള്ള രീതിയിൽ തന്നെയാണ് രഞ്ജിനിയും പറയുന്നത്.